വട്ടിയൂർക്കാവിലോട്ട് വരികയാണെങ്കിൽ ശ്രദ്ധേയ മത്സരം. കാരണം ജയിച്ച് MLA ആയിട്ട് നിന്നപ്പോൾ തന്നെ ആ മണ്ഡലത്തിൽ ജനങ്ങളെ താഴ്ന്നിട്ട് MP ഇലക്ഷന് പോയ ആള് തിരിച്ച് വീണ്ടും വട്ടിയൂർക്കാവിൽ വരണം. മുരളീധരൻ സിറ്റിംഗ് MLA ആയിട്ട് പ്രശാന്ത് വീണ്ടും വരണം. ബ്രോ കാരണം യുവാക്കൾക്കിടയിൽ ഇപ്പോഴും ഒരു ജനപിന്തുണ. ശാസ്ത്ര കൗൺസിലർ റിട്ടയർഡ് IPS ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ MLA ആയിട്ട്. ഈ മൂന്നുപേര് മത്സരിക്കുമ്പോൾ ഒരു ത്രികോണ മത്സരമുണ്ട്. അവിടെ മത്സരം രണ്ടുപേരും തമ്മിലല്ലേ, പ്രശാന്തും മുരളീധരനും തമ്മിലല്ലേ. ശ്രീലേഖ ചിത്രത്തിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പ്രശാന്തിന് വട്ടിയൂർക്കാവ്, കൊലശേഖരം അങ്ങനെ തുടങ്ങിയ കുറേ പ്രദേശങ്ങൾ തീർച്ചയായിട്ടും വോട്ട് പ്രശാന്തിന് തന്നെ കിട്ടും. മേയർ വാർഡ് കൊലശേഖരമല്ല, മേയർ വാർഡ് കുറച്ച് അപ്പുറത്തെ വാർഡാണ്, തൊട്ടടുത്ത വാർഡാണ്, കൊടുങ്ങല്ലൂർ വാർഡാണ്. പിന്നെ അത് പോയിട്ട് പട്ടം, ഉള്ളൂർ, ഈ കവടിയാറ്, മുട്ടട ഈ പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയും നന്നായി ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളവരാണ്. നായർ കമ്മ്യൂണിറ്റിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. NSSലൊക്കെ ഒരുപാട് കരയോഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. SNDPക്ക് ഉള്ള സ്ഥലമാണ് ഇത്. പക്ഷേ പരമ്പരാഗതമായി പലപ്പോഴും മുരളീധരൻ്റെ വോട്ട് എണ്ണി വരുമ്പോൾ ഈ ഭാഗം എത്തുമ്പോഴാണ് മുരളീധരൻ ജയിച്ചു വരുന്നത്. ഈ ബൂത്തൊക്കെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ മുരളീധരനും നല്ല കാൻഡിഡേറ്റാണ്. പ്രശാന്തും അങ്ങനെ ഒരു ആൻറ്റി ഇൻകംബൻസ് ഒന്നും ഉള്ള ആളൊന്നുമല്ല. ജനങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ വികസനം എന്ത് ചെയ്തു അതൊക്കെ മറ്റ് വിഷയം. പക്ഷേ ഒരുപാട് ജനകീയ ബന്ധമുള്ള ആളാണ്. മുരളീധരൻ വിട്ടുപോയി എന്നുള്ളൊരു കാര്യമുണ്ടെങ്കിലും ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ നല്ല മിടുക്കനാണ് അദ്ദേഹം. കോർപ്പറേഷനിൽ തന്നെ അദ്ദേഹം സീറ്റ് കുറേ പിടിച്ചു, ഈ കൗൺസിലർമാരെ കുറേ സീറ്റ് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു എഡ്ജുണ്ട്. ശ്രീലേഖ ഒരു ത്രികോണ മത്സരം ഉണ്ടെങ്കിലും ശ്രീലേഖ അത്ര കണ്ട് ഒരു ജയസാധ്യത ഉള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലിൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം നേമത്തെ പറ്റിയ അബദ്ധം മുരളീധരൻ വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ 1-ാം സ്ഥാനത്ത് അല്ല, ഞാൻ വരട്ടെ, സംസാരിക്കട്ടെ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2016 ജയിച്ച് പിന്നെ അവിടെ പൂർത്തിയാക്കുന്ന നേരം മരിപ്പച്ച കണ്ടും അവിടെ ഓടുക, അവിടുന്ന് പിന്നെ കളഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് പോവുക. അതായത് ഈ ദേശാടനകളിൽ പാറിപ്പറഞ്ഞ് നടക്കുന്ന ഒരു ശീലം. അവിടെ ചെന്നാൽ കേന്ദ്രമന്ത്രിയാവാം, ഇവിടെ നിന്നാൽ മന്ത്രിയാവാൻ നടക്കുന്ന ഒരാളിനെ ഈ പിന്നെ എലീറ്റ് ക്ലാസ്സുള്ള ഈ തെരഞ്ഞെടുപ്പ് നടന്ന ശാസ്താംകോട്ട മണ്ഡലം അംഗീകരിക്കുന്നത് തോന്നുന്നില്ല. ഒന്നത്. 2, ശാസ്താംകോട്ട നടന്ന ഇപ്രാവശ്യമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എലീറ്റ് ക്ലാസ് നമ്മൾ അറിയപ്പെടുന്ന ഫ്ലാറ്റിലുള്ള ആളുകൾ വോട്ടിങ് ഇറങ്ങി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് അവിടെ മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രലിലും ഈ പറഞ്ഞതുപോലെ ഫ്ലാറ്റ് ജീവികളായ ആളുകൾ പുറത്തിറങ്ങിയില്ല. അതാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റിൽ വലിയൊരു വർധന വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. അവരുടെ വോട്ട് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. മറ്റൊന്ന്, പിന്നെ പ്രശാന്തിനെതിരെ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ഈ മുരളീധരനുള്ള പോലെ അത്രയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ ഇടയിലും അല്ലാതെ ഈ പറഞ്ഞ പോലെ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലും ഒക്കെ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം അദ്ദേഹത്തെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. പിന്നെ വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത, എല്ലാ കാലത്തും അവിടെ പിന്നെ BJPക്കോ CPMനോ പാരായി വരുന്നതെന്ന് പറയുന്നത് സാറ് സൂചിപ്പിച്ച അവിടുത്തെ 4-5 മുട്ടട ഭാഗങ്ങളിലെ ക്രിസ്ത്യാനികളാണ്. അവരാണ് അവിടുത്തെ വിജയം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ മത്സരിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം മത്സരിച്ചപ്പോഴും ഈ ലീഡ് കിട്ടാത്ത ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ്. കാര്യം അവർ കത്തോലിക്കക്കാരാണ്. കത്തോലിക്കക്കാരെ പ്രത്യേകിച്ച് മറ്റേ ഈ ലത്തീൻ പോലെയൊന്നുമില്ല. അവർ ഈ പറഞ്ഞതുപോലെ കിട്ടുന്ന പിന്നെ എന്താണ് ഈ ഇടയലേഖനം ഉപയോഗിച്ചിട്ട് അവർ കൃത്യമായിട്ട് എതിരെ വോട്ട് ചെയ്യും. ഇനി എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അവരുടെ ഒരു എന്താണ് ഈ ഒരു താല്പര്യം കോൺഗ്രസ് മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞാൽ മുരളീധരൻ ആ ഭാഗത്ത് വോട്ട് കിട്ടുന്നുള്ള അവസരമാണ്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പിന്നോട്ട് പോകും. ഇനിയൊന്ന് NSSൻ്റെ ഒരു ഫാക്ടർ പറഞ്ഞത്, NSS ഔദ്യോഗികമായി കൊടുക്കുന്ന ഒരു പിന്നെ നിർദ്ദേശങ്ങളും സ്വീകരിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നായർ സമുദായം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ സ്വന്തം നിലയിൽ വോട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള സമൂഹമാണ് പണ്ട് മുതലേ, ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. പിന്നെ ഒരു ചെറിയൊരു ശതമാനം ചിലപ്പോൾ ഈ പറഞ്ഞ അതിനനുസൃതമായിട്ട് നീങ്ങിയിരിക്കും. പക്ഷേ വട്ടിയൂർക്കാവ് സംബന്ധിച്ച് വളരെ നല്ലൊരു ടൈറ്റ് ഫൈറ്റാണ്. ആ ടൈറ്റ് ഫൈറ്റിൽ പിന്നെ ശ്രീലേഖയും പിന്നെ പ്രശാന്തുമായിട്ടാണ് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. പിന്നെന്താണ് ഈ ഫ്ലാറ്റുകളിലൊന്നും സാർ അവിടെ നിന്ന് കിട്ടിയ ചിത്രം ഈ പ്രചരണ സമയത്ത് ഫ്ലാറ്റുകളിലൊന്നും ഈ സ്ലിപ്പ് കൊടുക്കാൻ പോലും കോൺഗ്രസ്സുകാരും പോയില്ല. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിന്റെ കഴിഞ്ഞ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി ഞാൻ ഇന്നലെ യാദൃശ്യമായിട്ട് കണ്ടു മാർക്കറ്റിൽ വെച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 4000 വോട്ടിനും 6000 വോട്ടിനിടയിൽ മുരളീധരൻ ജയിക്കുമെന്നാണ് അവരുടെ കാൽക്കുലേഷനാണ്. എനിക്കറിയില്ല, എങ്കിലും വലിയ അത്ഭുതമാണ്. നമുക്ക് അതിനെ പിന്നെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധ്യത ഒന്നും ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ചിത്രങ്ങൾ അനുസരിച്ചിട്ടുള്ള വസ്തുതയാണ് ഞാൻ വ്യക്തമാക്കിയത്. ടൈപ്പ് മത്സരമാണ് അവിടെ.